ഒന്നും താജുല്ലുലമ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. പക്ഷേ എവിടെ സംസാരിക്കുന്നുവോ അവിടെ ഒക്കെയും തന്റെ മുന്നിലുള്ളവർ മുതിർന്നവരാണെങ്കിലും അവര് നല്ല യുവാക്കളാണെങ്കിലും അല്ല സാധാരണക്കാരായ വിദ്യാർത്ഥികൾ മുതഅല്ലിമീങ്ങൾ അങ്ങനെ ഇളം പ്രായക്കാരാണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. ആ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് യഥാർത്ഥ ദീൻ. അതല്ലാത്ത എല്ലാ പാർട്ടികളും പിഴച്ചതാണ്. അതുകൊണ്ട് അതിൽ കൂടിപ്പോയാൽ നിങ്ങളുടെ ആഖിറം നിങ്ങൾക്ക് നഷ്ടമായി പോകും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആത്മാർത്ഥമായി പറയുകയും പ്രസംഗിക്കുകയും ജീവിക്കുകയും അങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്ത കാരണത്താൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന്റെ ബറക്കത്ത് ലോകം മുഴുവൻ കാണുകയുണ്ടായി. ഞാൻ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുക. എന്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ബഹുമാനപ്പെട്ട താജുല്ലുലമ 70ഓളം വർഷം ദർസ് നടത്തി ഖാദിയായി സേവനം ചെയ്ത ഉള്ളാൾ എന്ന് പറയുന്ന ആ നാട്ടിൽ അനേകം ആളുകൾ അവര് ബിദ്അത്തിൽ നിന്ന് മാറി സുന്നത്ത് ജമാഅത്തിലേക്ക് വരാൻ കാരണമായ ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. 1993 ഒരു റബീഉൽ ആഖറിൽ ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങൾ നടത്തിയ ഒരു വഅള്, ഒരു പ്രസംഗം, ആ ഒരൊറ്റ പ്രസംഗം കാരണമായി ഉള്ളാൾ മഹല്ല് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വീടുകളുള്ള വലിയ മഹല്ലാണ്. ആ വലിയ മഹല്ലിൽ 50ഓളം ആളുകൾ ബിദ്അത്ത് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി അവര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി മാറാൻ, അതിന്റെ ഉറച്ച പ്രവർത്തകരായി അവര് മുന്നോട്ടു വരാൻ കാരണമായ ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ ഒരു പ്രസംഗം, ഒരു വഅള് 1993 എന്ന് പറഞ്ഞാൽ 20 കൊല്ലം മുമ്പ് ഉള്ളാള് ജുമുഅത്ത് പള്ളിയിൽ ജുമുഅ കഴിഞ്ഞ് ആ മെഹ്റാബിന് മുന്നിൽ ഒരു കസേരയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെപ്പറ്റി താജുല്ലുലമ നടത്തിയ പ്രസംഗം കാരണമാവുകയുണ്ടായി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ടവർ അബ്ദുല്ലാഹിബ്നു അബി യസ്റൂൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ തന്റെ തന്നെ ഒരു അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തിനു മുഴുവൻ പാഠമാകുന്ന ഒരു സംഭവം രേഖപ്പെടുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തന്റെ അൽ ഫതാവൽ ഹദീസിയയിൽ ആ സംഭവം ഉദ്ധരിച്ചത് കാണാം. ചരിത്രത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇബ്നു അബി യസ്റൂന്റെ ആ വളരെ സംഭവബഹുലമായ ചരിത്രം എഴുതി വച്ചത് കാണാം. ഇബ്നു അബി യസ്റൂൻ പറയുകയാണ്, ഞാൻ ബഗ്ദാദിൽ ചെറിയ മുതഅല്ലിമായി ഓതിപ്പടിക്കുന്ന കാലം, അന്ന് ഞങ്ങളെ കൂടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഉറ്റ ബന്ധമുള്ള 2 പേരുണ്ട്. ഒരാളെ പേര് ഇബ്നു സഖ, മറ്റേയാളെ പേര് അബ്ദുൽ ഖാദിർ. ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള ദർസാണ് ജാമിയ അന്ന് ബഗ്ദാദിൽ വലിയ സ്ഥാപന. ആ ഇടക്കാണ് ജനങ്ങൾക്കിടയിൽ ബഗ്ദാദിൽ വന്ന ഒരു മനുഷ്യനെ പറ്റിയുള്ള ചർച്ച നടക്കുന്നത്. ഒരു വലിയ ബഗ്ദാദിലെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തെ ജനങ്ങളൊക്കെ ഗൗസ്, ഔലിയാക്കന്മാരുടെ വ്യത്യസ്ത പദവികളിലെ ഒരു പദവിയായ ഗൗസ് എന്ന ആ പദവി നൽകിക്കൊണ്ടാണ് ആളുകളൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് എന്നും
അദ്ദേഹം ചിലപ്പോഴൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടും, പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതാകും. അദ്ദേഹത്തെ ഒന്ന് കണ്ടുകിട്ടിയാൽ അദ്ദേഹത്തോട് ദുആ ചെയ്യിപ്പിക്കാമായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് തബറുക്കെടുക്കാമായിരുന്നു എന്നൊക്കെ കരുതി ആളുകൾ അദ്ദേഹത്തെ എവിടെ കാണുമോ അവിടെ അങ്ങോട്ട് കൂട്ടം കൂടും. ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ മുഴുവനും ആ ഗൗസിനെ സംബന്ധിച്ചുള്ള ചർച്ച ശക്തമായി. അബ്ദുല്ലാഹ് ഇബ്നു അബീ ഇസ്റും പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ 3 പേരും അദ്ദേഹത്തെ കാണാൻ പോവുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു സഖ പറഞ്ഞു, ലാ അസ്അലന്നഹുൽ യൗമ മസ്അലതൻ ലാ യുജീബു അൻഹാ അബദാ. ഞാന് പോകുന്നത് അയാളോട് ഒരു ചോദ്യം ചോദിച്ച് അയാളെ ഉത്തരം മുട്ടിക്കാനാണ്. നിങ്ങളിന് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയൂല, അങ്ങനെ ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കും. ഇബ്നു അബീ ഇസ്റും പറയുകയാണ്, അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അസ്അലന്നഹു മസ്അല, ഞാനും അയാളോട് ഒരു ചോദ്യം ചോദിക്കും. പിന്നെ വ അൻതദിറു മാദാ യഖൂൽ, എന്താണ് അയാൾ പറയുന്ന മറുപടി, ആ മറുപടി കേട്ടാൽ അദ്ദേഹം എന്ത് ലൈനുകാരനാണ്, ഏത് പ്രകൃതിക്കാരനാണ്, വല്ല തട്ടിപ്പുകാരനും ആണോ അല്ല ഒറിജിനൽ വലിയും ഗൗസും ആണോ, ഇതൊക്കെ ഒന്ന് നോക്കാം. അതുകൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉത്തരം മുട്ടിക്കാനല്ലെങ്കിലും എനിക്ക് കാര്യം തിരിയാൻ വേണ്ടി അദ്ദേഹത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ അന്നേ ചെറുപ്പക്കാരനായ അബ്ദുൽ ഖാദിർ പറഞ്ഞു, നഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു, അൻ അസ്അലഹു മസ്അല, ആ വലിയനെ കണ്ടിട്ട് അയാളെ ഒരു ചോദ്യം ചെയ്തിട്ട് പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനോ പോവാൻ ഒരിക്കലും സാധ്യമല്ല. മറിച്ച് ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ പറ്റി വലിയാണ്, സ്വാലിഹാണ്, ഗൗസാണ് എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു മഹാനെ നേരിട്ട് ചെന്ന് കണ്ട് അദ്ദേഹത്തിനെ കാണാൻ ചെന്നതിന്റെ ആ സിയാറത്തിന്റെ ബറക്കത്ത് തന്നെയെങ്കിലും കിട്ടുമല്ലോ, ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇബ്നു അബീ ഇസ്റൂൻ തന്നെ പറയുകയാണ്, ഞങ്ങൾ 3 പേരും ചെന്നു. ആ ഗൗസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വീട്ടിൽ ഞങ്ങൾ ചെന്നു. ഞങ്ങൾ അവിടെ കോലായിൽ ഇരുന്നു. പക്ഷേ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. ആ കാത്തിരിപ്പിനിടയിൽ തന്നെ ഇബ്നു സഖയും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പോവുക, എന്തിനാ ഇത്രയും സമയം വേസ്റ്റാക്കുന്നത്, നമ്മൾ വെറുതെ കാത്തിരിക്കണ്ട. അപ്പോഴും അബ്ദുൽ ഖാദിർ പറഞ്ഞു, അല്ല, നമ്മളൊരു മഹാനെ കാണാൻ വന്നതാണ്. ആ മഹാനെ കാണാൻ വേണ്ടി വന്ന നമ്മൾ എത്ര നേരം അതിനു വേണ്ടി കാത്തിരിക്കുന്നുവോ ആ കാത്തിരിപ്പ് കൂടുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നമ്മുടെ മേൽ വർഷിക്കും. നമുക്ക് ആ വലിയന്റെ ഫുയൂലുകൾ, അവരുടെ ബറക്കത്തുകൾ, അത് നമുക്ക് കൂടുതലായി കിട്ടും. അതുകൊണ്ട് എന്തായാലും കണ്ടിട്ട് മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞതിന് ശേഷം അതാ ആ വലിയിങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. വന്ന പാടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കണം, ഈ 3 ആളുകളുടെ കൂട്ടത്തിൽ ഇബ്നു സഖയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടുകൂടി പറയുകയാണ്, എടാ ഇബ്നു സഖ, നീ വന്നത് എന്നെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനാണ് അല്ലേ? നീ പറഞ്ഞത് എന്നോടൊരു ചോദ്യം ചോദിക്കുമെന്നും ഖിയാമത്ത് നാൾ വരെ എനിക്ക് നിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂല എന്നുമല്ലേ നീ പറഞ്ഞത്? എന്നാൽ നീ ഉദ്ദേശിച്ച ചോദ്യം ഇന്നതാണ്, അതിനുള്ള മറുപടി ഇന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, മഹാന്മാര് ആരാണ് അവർക്കത് പറഞ്ഞു കൊടുത്തത്? ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന.
ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവരുടെ കൽബുകൾക്ക് ചില പ്രത്യേക കണ്ണുകളുണ്ട്. നമ്മുടെ മുഖത്തുള്ള സാധാരണ കണ്ണുപോലെയല്ല. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ വരെ എനിക്ക് അറിയും എന്ന് നബി തങ്ങൾ പറഞ്ഞത് തന്നെ കാണാം. ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. ഇന്നി അറാക്കും മിൻ വറായി ലഹ്രി, എനിക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ പിന്നിലുള്ളതും കാണും. ലാ യഖ്ഫാ അലയ്യ റുകൂഉക്കും വലാ സുജൂദുക്കും വലാ ഖുശൂഉക്കും, നിങ്ങളുടെ സുജൂദ് റെഡിയാണോ, നിങ്ങളുടെ റുകൂഉ റെഡിയാണോ, നിസ്കാരത്തിലും അല്ലാതെയും നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, മനസ്സിലെ ചിന്തകൾ എന്താണ്, ഇത് മുഴുവനും എനിക്കറിയും. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി. ഇബ്നു സഖയുടെ നേരെ തിരിഞ്ഞ്, നീ വന്നത് എന്നെ ചോദ്യം ചോദിച്ചു ഉത്തരം മുട്ടിക്കാനാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ ശക്തമായ ഭാഷയിൽ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ഇന്നീല അറാ നാറൽ കുഫ്രി തൽതഹിബു അലാ വജ്ഹിക്, നിന്റെ മുഖത്ത് ഞാനിപ്പോൾ കാണുന്നത് അവിശ്വാസത്തിന്റെ, കുഫറിന്റെ തീ നിന്റെ മുഖത്ത് ആളിക്കത്തുന്നതാണ്. നോക്കണം, മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ മുഖത്ത് ഞാൻ കാണുന്നത് കുഫറിന്റെ തീ, തൽതഹിബു അലാ വജ്ഹിക്, നിന്റെ മുഖത്ത് ആളിക്കത്തുന്നത് കാണുന്നു. സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം ഖിദർ നബിയെപ്പറ്റി, മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ആ ചർച്ച നടക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവം കാണുന്നുണ്ട്. ആ കുട്ടിയെ ഖിദർ നബി അലൈഹിസ്സലാം കൊന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മൂസാ നബിക്ക് എന്തിനാണ് ആ നിരപരാധിയായ കുട്ടിയെ കൊന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഖിദർ നബി അലൈഹിസ്സലാം തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. കണ്ടോ, ആ കുട്ടിയുടെ മാതാപിതാക്കള് നല്ല മനുഷ്യന്മാരായി. ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. ഈ കുട്ടി ആ മാതാപിതാക്കളെയും കൂടി കുഫറിലേക്ക് കൊണ്ടുപോകുമോ, ആ മാതാപിതാക്കളെയും കൂടി വഴിവഴപ്പിക്കുമോ എന്ന് എനിക്ക് വല്ലാത്ത ഭയമുണ്ടായി. കാരണം അവന്റെ മുഖത്ത് ഞാൻ ആ കുഫറിന്റെ ലക്ഷണങ്ങൾ, വരികൾ വായിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ കുട്ടിയുടെ മുഖത്ത് കുഫറിന്റെ വരികൾ എഴുതി വെച്ചത് ഖിദർ നബി അലൈഹിസ്സലാമിന് കാണാൻ കഴിഞ്ഞു. മൊഹിദ്ദീൻ ഷെയ്ഖ് അന്ന് ചെറിയ കുട്ടിയാണ്, ദർസിൽ ഓതുന്ന മുതഅല്ലിമാണ്. ആ മുതഅല്ലിമായ മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ആ ഇബ്നു സഖയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഗൗസ് പറയുകയാണ്, ഇന്നി അറാ നാറൽ കുഫ്രി തൽതഹിബു അലാ വജ്ഹിക്, നിന്റെ മുഖത്ത് ഞാൻ ആ കുഫറിന്റെ ലക്ഷണം, അതിന്റെ നരകം, അതിന്റെ തീയ് കത്തിജ്വലിക്കുന്നത് കാണുകയാണ്. അത് കഴിഞ്ഞതിന്റെ ശേഷം ഇബ്നു അബീ അശ്റൂം പറയുകയാണ്, പിന്നെ എന്റെ അടുത്തേക്ക് ആ ഗൗസ് തിരിഞ്ഞു, എന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, എടോ നിന്റെ കാര്യവും കുറച്ച് അപകടമാണ്, നിനക്ക് അദബ് തീരെയില്ല. ആ അദബില്ലാത്തതിന്റെ ലക്ഷണമാണ് നിങ്ങൾ ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ട് വഴിയിൽ വെച്ച് പരസ്പരം നിങ്ങൾ സംസാരിച്ചപ്പോൾ നീ പറഞ്ഞില്ലേ എന്നോട് നീ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത് എന്ന് നീ നിരീക്ഷിക്കും, എന്നിട്ട് വേണം നിനക്ക് എന്നെപ്പറ്റി വിലയിരുത്താൻ എന്നല്ലേ നീ പറഞ്ഞത്. എന്നാൽ നിന്റെ ചോദ്യം ഇന്നതാണ്, അതിനുള്ള മറുപടി ഇന്നതാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞു, ലതുഖസ്സന്ന ദുനിയാ അലൈക്, നിനക്ക് ഈ ദുനിയാവ് സമ്പത്ത് കുന്നുകൂടും.
അങ്ങനെ സമ്പത്ത് കുന്നുകൂടി അതിനുവേണ്ടി ജീവിച്ച് ആ സമ്പത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്റെ മൂക്കറ്റം സമ്പത്ത് 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 എന്ന ആ ഒരു സ്വഭാവത്തിൽ നീ ആയി മാറും. ഈ ഇൽമു പഠിക്കാൻ നിന്നെപ്പോലെ അദബില്ലാത്തവരെ പറ്റൂല. ആലിമീങ്ങളാകാൻ, ദീനിലേക്ക് ദഅവ നടത്തുന്നവരാകാൻ, ജനങ്ങളെ ഹിദായത്താക്കുന്നവരാകാൻ നിന്നെപ്പോലെ അദബില്ലാത്തവരെ പറ്റുകയില്ല. നിനക്ക് വല്ല ഭണ്ഡാരങ്ങളും കാക്കാനോ അതിന് കാവൽ നിൽക്കാനോ വല്ല കളപ്പുരക്കും വാച്ച്മാനാകാനോ അതല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകളെ സംബന്ധിച്ച് കണക്കെഴുതാനോ അതിനെ നിനക്ക് പറ്റുള്ളൂ. വലിയ അദബ് ആവശ്യമുണ്ട്. ഈ ഇൽമു പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അങ്ങനെ ഉഖ്റവിയായ ആലിമാവുകയും ചെയ്യണമെങ്കിൽ അതിന് നിന്നെ പറ്റൂല. മൂന്നാമതായി അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയുടെ അടുത്തേക്ക് നോക്കിയിട്ട് ഉദ്നു മിന്നീ യാ ബുനയ്യ, മോനെ ഇങ്ങോട്ട് അടുത്തു വാന്ന് പറഞ്ഞു. അടുത്തു വന്നപ്പോൾ കൂട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ അർളൈതല്ലാഹ വ റസൂലാ ബി അദബിക്ക്, മോനെ നിന്റെ അദബ് കാരണമായി അല്ലാഹു തആലാക്ക് നിന്നെ എത്ര ഇഷ്ടമായിട്ടുണ്ട് എന്നറിയോ? അള്ളാന്റെ റസൂലിന് നിന്റെ ഈ അദബ് കാരണമായി നിന്നെ എത്ര ഇഷ്ടമാണെന്നറിയാമോ? അർളൈതല്ലാഹ വ റസൂലഹു ബി അദബിക്ക്, നീ അല്ലാഹുവിനെയും റസൂലിനെയും നിന്റെ അദബ് കൊണ്ട് അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ബഗ്ദാദിലെ ആലിമീങ്ങൾ മുഴുവൻ ചെന്നിരിക്കുന്ന നിളാമിയ്യയിൽ അവിടത്തെ വലിയ മിമ്പറിൽ കയറി ആ മിമ്പറിൽ വെച്ച് നീ അവർക്കൊക്കെ ദർസ് നടത്തി. ആ ദർസിന്റെ ഇടയിൽ നീ പറയുന്ന ഒരു സമയം ഞാനിതാ എന്റെ മുമ്പിൽ കാണുകയാണ്. ഖദമീ ഹാദിഹി അലാ റഖബത്തി കുല്ലി വലി, എന്റെ കാല് ഞാൻ വെച്ചത് ഇക്കാലത്ത് ലോകത്ത് ഏതൊക്കെ നാട്ടിൽ എവിടെയൊക്കെ ഏതെല്ലാം ഔലിയാക്കന്മാരുണ്ടോ ആ ഔലിയാക്കന്മാരുടെ മുഴുവനും ചുമലിൽ ആണ് ഞാനിപ്പോൾ എന്റെ കാലുവെച്ചിരിക്കുന്നത്. ഞാൻ അവരുടെയൊക്കെ മേലെയുള്ള സ്ഥാനത്താണ് എന്ന് ബഗ്ദാദിൽ വെച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു സമയം ഞാൻ ഇവിടെ ഇതാ ഇപ്പോൾ നിന്റെ മുഖത്ത് കാണുകയാണ്. മാത്രമല്ല ലോകത്ത് മുഴുവനുള്ള ഔലിയാക്കന്മാർ അവര് തലകുനിച്ചുകൊണ്ട് നിന്റെ ആ സ്ഥാനം അംഗീകരിച്ചു തരുന്നതും ഞാനിപ്പോൾ കാണുകയാണ്. ഇങ്ങനെ ആ ഗൗസ് പറഞ്ഞു നിർത്തുകയും പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു അബീ ഇസ്റൂൻ പിന്നെ കഥ പറയുകയാണ്. കാര്യങ്ങളെല്ലാം ആ വലിയ പറഞ്ഞതുപോലെയായി. ആദ്യം എനിക്ക് സംശയം തോന്നി. കാരണം ഇബ്നു സഖ പിന്നെയും വലുതാവുകയാണ്. 1 നമ്പർ പ്രസംഗകൻ. ഏത് സഭയിലും ഇബ്നു സഖ പ്രസംഗിച്ചാൽ അയാളുടെ പ്രസംഗം അംഗീകരിക്കാത്ത, അത് ഉഷാറായി എന്ന് പറയാത്ത ആളുകളില്ല. എവിടെയെങ്കിലും ഒരു പരിപാടി വെക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് പ്രസംഗിക്കാൻ ക്ഷണിക്കേണ്ടത് എന്ന ചർച്ച തുടങ്ങുമ്പോഴേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി ആദ്യം പറയല് നമുക്ക് ഇബ്നു സഖയെ വിളിക്കാം എന്നാണ്. വാദപ്രതിവാദത്തിന്, സംവാദത്തിന്, മുഖാമുഖത്തിന് എന്നല്ല ഏതൊക്കെ പരിപാടികളുണ്ടോ ഇൽമിയായ അതിലൊക്കെ മുന്നിൽ നിൽക്കാൻ ഇബ്നു സഖയെ പറ്റുമായിരുന്നു. അങ്ങനെ വളർന്ന മനുഷ്യൻ മറ്റുള്ള മതക്കാരെ മുഴുവൻ അയാളുടെ വാദപ്രതിവാദത്തിന്റെ ശക്തി കൊണ്ട് അമ്പയെ പരാജയപ്പെടുത്തി. ഈസ്റ്റേൺ റോമൻ എംപയറിലെ അന്നത്തെ ചക്രവർത്തിക്ക് ഇബ്നു സഖയെ ഒന്ന് അടുത്തറിയണം എന്ന് തോന്നി. കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ആ കൊട്ടാരത്തിൽ റോമാ സാമ്രാജ്യത്തിലെ മുഴുവൻ ക്രിസ്തീയ പള്ളികളിൽ നിന്നുള്ള പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി. അങ്ങനെ ഒരു വലിയ സഭ സംഘടിപ്പിച്ചു. റോമാ സാമ്രാജ്യത്തിലെ മുഴുവൻ പുരോഹിതന്മാർ, മുഴുവൻ പാതിരിമാർ, ബിഷപ്പുമാർ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടിയ സഭയിൽ വെച്ച് ഇബ്നു സഖയെ അവർക്കു മുന്നിൽ രാജാവ് പരിചയപ്പെടുത്തി. ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുകയില്ല.
നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും ഗണ്ണിക്കാൻ ഇദ്ദേഹത്തിന് നിങ്ങളുടെ ബൈബിള് വെച്ച് തന്നെ സാധിക്കും എന്നൊക്കെ രാജാവ് പരിചയമാരെ നോക്കണം. അത്രയും വലിയ സ്ഥാനത്തെത്തി. പക്ഷേ അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിക്കാഞ്ഞാൽ എത്ര വലിയ സ്ഥാനത്തെത്തിയിട്ടും കാര്യമില്ല. അതാണ് നേരത്തെ ആ വലിയ പറഞ്ഞത്, ഇന്നീല അറാനാറൽ കുഫ്രി തൽതഹിബു അലാ വജിഹിക്ക്, നിന്റെ മുഖത്ത് ഞാൻ കുഫറിന്റെ തീ കത്തുന്നത് കാണുന്നു. വാദപ്രതിവാദത്തിലൊക്കെ വിജയിച്ചപ്പോൾ രാജാവ് ഇബ്നുസഖയെ പ്രത്യേകം ആദരിച്ചു, കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. രാജകുമാരി ഇബ്നുസഖയുമായി അടുത്ത് ഇടപഴകാൻ തുടങ്ങി. രാജകുമാരിയുമായി ഇബ്നുസഖക്ക് അവിഹിത ബന്ധമുണ്ടാകാനുള്ള താൽപര്യമുണ്ടായി. രാജാവിനോട് മകളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. മകൾക്ക് അങ്ങോട്ട് വല്ലാത്ത സ്നേഹം, ഇബ്നുസഖക്ക് രാജകുമാരിയോടും സ്നേഹം. രാജാവ് പറഞ്ഞു, ഒരു വിരോധവുമില്ല, പക്ഷേ മതം മാറണം, നസ്റാനിയാകണം, ക്രിസ്ത്യാനിയാകണം. എന്നാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ മകളായ രാജകുമാരിയെ വിവാഹം കഴിക്കാമെന്ന് ആ കാലമത്രയും ദീനുൽ ഇസ്ലാമിനു വേണ്ടി വാദപ്രതിവാദം നടത്തിയ ആലിമീങ്ങൾ മുഴുവൻ അന്തം വിട്ടുപോകുന്ന അത്രയും വലിയ ഇൽമിന്റെ ഉടമയായ ഏതൊരു ശ്രോതാവിനെയും അത്ഭുതപ്പെടുത്തുന്ന പ്രസംഗത്തിന്റെയും വാഗ്ധോരണിയുടെയും ഉടമയായ ആ ഇബ്നുസഖ രാജാവ് ഇത് പറഞ്ഞപ്പോൾ അനുസരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിനെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ മറന്നുപോയി, പഠിച്ച ഖുർആൻ മുഴുവൻ മറന്നുപോയി. ആ ദീനുൽ ഇസ്ലാം വിട്ടുകൊണ്ട് അയാൾ നസ്റാനി മതത്തിൽ ചേർന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ത് സംഭവിച്ചു എന്നല്ലേ കൂട്ടുകാരനായ ഇബ്നു അബീ മസ്ഊൻ തന്നെ പറയുകയാണ്. ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് അതാ ശരീരം മുഴുവൻ രോഗാണുക്കൾ ബാധിച്ച് ചീഞ്ഞു നാറുന്നൊരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്ന രീതിയിൽ കാണുമ്പോൾ കീശയിൽ കൈയിട്ടുകൊണ്ട് ചെറിയ നാണയത്തുട്ടുമായി ഞാൻ അടുത്ത് ചെല്ലുകയാണ്. നാണയത്തുട്ട് നീട്ടിയ കൈയിലേക്ക് വെച്ചുകൊടുക്കും. ശത്രുവിനെയും നിഷ്പ്രയാസം വാദപ്രതിവാദം കൊണ്ട് കീഴടക്കിയിരുന്ന എത്ര വലിയ ജനലക്ഷങ്ങളുടെ മുന്നിലും പ്രസംഗിച്ച് അവരുടെ മുഴുവൻ കയ്യടി വാങ്ങിയിരുന്ന ആലിമീങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മഹത്വം അംഗീകരിച്ചിരുന്ന ആ വലിയ മനുഷ്യൻ ഇബ്നുസഖയാണ്. ശരീരം മുഴുവൻ കീറിപ്പറിഞ്ഞ് രോഗാണുക്കൾ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഭിക്ഷയാചിക്കുകയാണ്. കണ്ട മാത്രേ എനിക്ക് ചോദിക്കാൻ തോന്നി, അല്ല സുഹൃത്തെ, നിങ്ങൾ പഠിച്ച ഖുർആൻ അല്പം ഓതിക്കൂടെ? അദ്ദേഹം പറയുന്നു, ഖുർആനിലെ ഒരു ആയത്തിന്റെ കഷ്ണം മാത്രമേ എനിക്കിന്ന് ഓർമ്മയുള്ളൂ. റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറയുന്ന ആ ഒരു കഷ്ണം ആയത്ത് മാത്രമേ എനിക്കോർമ്മയുള്ളൂ. ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ദീനുൽ ഇസ്ലാമിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കും വേണ്ടാതെ ഒരാള് പോലും അടുത്തേക്ക് വരാൻ പോലും കൂട്ടാക്കാത്ത അവസ്ഥയിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞുപോയി. കാരണം ഇബ്നു അബീ മസ്ഊൻ പറയുകയാണ്, അന്ന് ആ ഗൗസിനെ ചോദ്യം ചെയ്ത് ഉത്തരം മുട്ടിക്കും എന്ന് പറഞ്ഞ ആ അഹങ്കാരം, ആ ഗുരുത്തക്കേട്, അത് തന്നെ കാരണം. എന്നിട്ട് ഇബ്നു അബീ മസ്ഊൻ പറയുകയാണ്, എന്റെ കാര്യമോ, ഞാൻ പഠിക്കണം, നന്നായി ദർസ് നടത്തണം, ജനങ്ങൾക്ക് നല്ല രീതിയിൽ ദീനീ പ്രബോധനം നടത്തണം എന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ബഗ്ദാദിൽ അബ്ബാസിയ ഭരണകൂടത്തിലെ ഭരണകർത്താവ് എന്നോട് പറയുന്നത്, നിങ്ങൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലെ വഖഫ് മന്ത്രിയാകണം. അങ്ങനെ ആ വഖഫ് മന്ത്രിയായപ്പോൾ ഒരുപാട് സാമ്പത്തികമായ വ്യവഹാരങ്ങളും അതിന്റെ കണക്കുകളും അതിന്റെ പിന്നാലെ കൂടി ഞാൻ വലിയ ധനികനായി സാമ്പത്തികമായ ഏർപ്പാടുകളും വിഷയവുമായി എന്റെ ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടേണ്ടി വന്നു. ഒരു നല്ല ആലിമാകാനോ പണ്ട് പഠിച്ച ഇൽമ് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഏതെങ്കിലും ഒരു മുതഅല്ലിമിനെ തന്നെയെങ്കിലും സൃഷ്ടിച്ച് പടച്ചവനെ എന്റെ ഗുരുവിന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന് ദുആ ചെയ്യിക്കാനോ
പറ്റിയൊരവസ്ഥ എനിക്കുമുണ്ടായില്ല. എന്നാൽ ഞങ്ങൾ കൂട്ടത്തിൽ അബ്ദുൽ ഖാദിറിനോട് അന്ന് വലിയ പറഞ്ഞതിലെ ഞാൻ എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളടക്കം അന്ന് ലോകത്തുണ്ടായിരുന്ന മുഴുവൻ ഔലിയാക്കന്മാരും തലതാഴ്ത്തിക്കൊണ്ട് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ഫലമല്ലേ പ്രിയപ്പെട്ടവർ, ലോകത്ത് എവിടെ ചെന്നാലും ഖാദിരിയുടെ ഇന്നത്തെ അവസ്ഥ ഒരു 10-20 കൊല്ലം മുമ്പത്തെ അവസ്ഥയും രണ്ടും കൂടി ഒന്ന് അവലോകനം ചെയ്താൽ, താരതമ്യം ചെയ്താൽ നമ്മളാകെ അത്ഭുതപ്പെട്ടു പോകും. ആഭ്യന്തര യുദ്ധം കാരണമായി അവിടുത്തെ ആലിമീങ്ങള് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. ഖബ്ല 20 സന യാ ഉസ്താസ് ലം യബ്ഖ ഹജറുൻ അലാ ഹജർ ഫീ ഹാദിഹിൽ മദീന. അവിടുത്തെ ആലിമീങ്ങള് അറബിയിൽ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നപ്പോ ഉപയോഗിച്ച പദം അത് അങ്ങനെ തന്നെ പറയാ. ഞാൻ ഒരു 10-15 കൊല്ലം മുമ്പ് ഈ ഗ്രോസ്നി എന്ന് പറയുന്ന നഗരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അറിയാമോ? ആഭ്യന്തര സംഘർഷവും യുദ്ധവും കാരണമായി ലം യബ്ഖ ഹജറുൻ അലാ ഹജർ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. 2 കല്ല് ഒന്നിന് മേലെ ഒന്ന് വെച്ച രീതിയിൽ ഇവിടെ കാണാൻ പറ്റൂലായിരുന്നു. മുഴുവൻ വീടുകളും തകർന്നു. എത്ര സ്കൂളുകൾ ഉണ്ടായിരുന്നോ അത് മുഴുവൻ ബോംബിട്ട് തകർക്കപ്പെട്ടു. പള്ളികളും വിദ്യാലയങ്ങളും പള്ളിക്കൂടങ്ങളും വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം തകർന്നു. ഇവിടെ കേവലം ഒരു ശ്മശാനമാണ്, സെമിത്തേരിയാണ് എന്ന് തോന്നുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മുടെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരായ പ്രവർത്തകർ അവരുടെ ഈമാനിന്റെ തിളക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് അവര് ശക്തമായി ചെറുത്തുനിന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ കാണുന്ന വലിയ വികസനം നമുക്ക് കൈവന്നിരിക്കുകയാണ്. അതിനവര് കാരണം പറഞ്ഞതെന്താണെന്നറിയാം? ഇവിടെയുള്ള 100% മുസ്ലിമീങ്ങളും ഇന്ന്, ഇനി 100 ഒഴിവാക്കാം, 99% മുസ്ലിമീങ്ങളും അൽഹംദുലില്ലാഹ് ശാഫിഈ മദ്ഹബുകാരാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ത്വരീഖത്ത് സ്വീകരിച്ച ഖാദിരിയ ത്വരീഖത്തുകാരൻ. ഞങ്ങളുടെ ഭരണാധികാരി റമളാൻ ഖദീറോവ്, അദ്ദേഹം 1 നമ്പർ ഖാദിരി ത്വരീഖത്തിന്റെ മുരീദാണ്. അദ്ദേഹത്തിന്റെ പാലസിൽ ഓരോ അറബി മാസത്തിലും ഒരു വട്ടം ഖാദിരിയ റാത്തീബ് നടക്കുന്നു. നാളെ രാത്രി ആ റാത്തീബ് നടക്കുന്ന ദിവസമാണ്. നിങ്ങൾ വിദേശ പ്രതിനിധികളെ എല്ലാവരെയും നാളെ അതിലേക്ക് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പറഞ്ഞതുപോലെ പിറ്റേന്ന് ഞങ്ങൾ ചെന്നു. കൊട്ടാരത്തിന്റെ വിശാലമായ സ്വീകരണ റൂമിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് റമളാൻ ഖദീറോവിന്റെ പിതാവ് ഷഹീദ് അഹമ്മദ് ഖദീറോവ് വഹാബികൾ കൊന്നതാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ. ആ അഹമ്മദ് ഖദീറോവിന്റെ ഒരു ഫോട്ടോയും ഇപ്പുറത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ ചിത്രവും പ്രത്യേകം വെച്ചിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, പുടിനെ എന്തിനാ വെച്ചത്? അപ്പോ അദ്ദേഹം പറയാണ്, അമേരിക്ക റഷ്യ എന്നൊക്കെ കേൾക്കുമ്പോ ഇസ്ലാമിനെതിരാണ് എന്നായിരിക്കും പൊതുവെ നിങ്ങളുടെയൊക്കെ വിലയിരുത്തൽ. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് ചിലപ്പോ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെയാണ് എന്നാണല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നടന്നതെന്താണെന്നറിയാമോ? ഇവിടെ മുഴുവൻ കുഴപ്പത്തിനും കാരണം ഈ വഹാബികളാണ്. ഇവിടെ നടന്നുവരുന്ന സുന്നത്തി ജമാഅത്തിന്റെ ആചാരങ്ങൾ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആചാരം അനുഷ്ഠിക്കുന്നവരെ ഖുറാഫികളാണ്, മുശ്രിക്കീങ്ങളാണ്, കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ഇവിടെ യുദ്ധം ചെയ്തവരാണവർ. അവരുടെ ഫിത്നയിൽ നിന്ന് ഞങ്ങൾക്ക് ആത്മീയമായി രക്ഷപ്പെടാൻ കഴിഞ്ഞത്
ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ഗൈബിയായ സഹായം കൊണ്ടും ഭൗതികമായി പുട്ടിന്റെ ശക്തമായ സപ്പോർട്ട് കൊണ്ടുമാണ് എന്ന് പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ബഹുമാനപ്പെട്ട ഖസ്റജി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാനപാത്രം കൈമാറിയപ്പോൾ ഇവർ പറഞ്ഞു അത് ജൂതന്മാരുടെ ഏജന്റാണ്, സിയോണിസ്റ്റാണ്. ഇവർക്ക് ഇതിനെ സഹായിക്കുന്നത് ആ ചെച്ചനിയയിലെ പ്രസിഡന്റ്, അയാളും സിയോണിസ്റ്റ് ഏജന്റാണ്. ഇതൊക്കെ വഹാബികളുടെ ഭാഷയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇന്നിവിടെ അതൊന്നും സംസാരിക്കേണ്ട വേദിയല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാനിത് പറഞ്ഞത് എന്തിനാ? ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവരുടെ മുരീദന്മാര് ലോകത്ത് എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ സ്ഥാനം മഹാനവറുകൾക്ക് കിട്ടാൻ കാരണം ചെറുപ്പത്തിലേ വളരെ വലിയ അദബുള്ള ആളാണ്. കൊള്ളസംഘം 60 പേരടങ്ങുന്ന കൊള്ളസംഘം ദീനുൽ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമല്ലേ. ഞാൻ ആ സംഭവം വിശദീകരിക്കുകയല്ല. ഒരു വലിയ ബോംബ് ആയി അല്ലെങ്കിൽ ഒരു വലിയ മിസൈലായി ആ കൊള്ളക്കാരുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയത് ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖ് ഓതാൻ പോകുമ്പോ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്കാണ്. ഖുർആന്റെ ആയത്ത് അന്ന് ആ കുട്ടി ഓതിക്കൊടുത്തിട്ടില്ല, ഹദീസ് ഓതിക്കൊടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു ചരിത്രം പറഞ്ഞ് ആ കൊള്ളസംഘത്തിന്റെ ശ്രദ്ധയാകർഷിച്ചതല്ല. മറിച്ച് വല്ലാഹി ഇന്ന ഉമ്മീ ഖദ് ആഹദത്നി അല്ലാ അക്ദിബ അബദാ, തന്റെ കൈവശമുള്ള 40 സ്വർണ്ണ നാണയങ്ങൾ കള്ളന്മാർക്കങ്ങ് എടുത്തുകൊടുക്കുമ്പോൾ കള്ളന്മാര് തന്നെ അത്ഭുതപ്പെടുകയാണ്. മോനെ, എന്താ ഇങ്ങനെ നീ പറയാൻ കാരണം? അപ്പോ അബ്ദുൽ ഖാദിർ എന്ന കുട്ടി പറഞ്ഞ ഒരു വരിയാണ് ഒരു ബോംബ്, ആറ്റം ബോംബായി ആ കൊള്ളക്കാരുടെ മനസ്സിനെ തുളച്ചു കയറിയത്. വല്ലാഹി ഇന്ന ഉമ്മി അഹദത്നി, എന്റെ ഉമ്മ എന്നോടൊരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രതിജ്ഞ എന്നല്ലേ? അല്ലാ അക്ദിബ അബദാ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാൻ പറ്റൂല. അതങ്ങ് കേൾക്കേണ്ട താമസം നിങ്ങൾക്കറിയില്ലേ? ആ കൊള്ളസംഘത്തിന്റെ നേതാവ് അത്ഭുതപ്പെട്ടു ചോദിച്ചു, മോനെ, ഉമ്മയോട് ചെയ്ത ഒരു പ്രതിജ്ഞയുടെ പേരിൽ നീ ഈ വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങൾ എടുത്തു തരാൻ തയ്യാറായി എങ്കിൽ പതിറ്റാണ്ടുകളായി അല്ലാഹുവുമായി ചെയ്ത മുഴുവൻ കരാറുകളും പ്രതിജ്ഞകളുമൊക്കെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് കൂട്ടത്തിലുള്ള സഹകൊള്ളക്കാരോട് കൊള്ളസംഘത്തിന്റെ നേതാവ് പറയുകയാണ്, നമുക്ക് തൗബ ചെയ്യാം. ഉടനെ കൊള്ളസംഘത്തിലെ സഹകൊള്ളക്കാര് നേതാവിനോട് പറയുന്നു, അയ്യുഹൽ മുഖദ്ദമു കുൻത അൻത മുഖദ്ദമൻ ഫീ ഖത്ഇ ത്വരീഖ് ഇലൽ യൗം. നേതാവേ, ഇന്ന് വരെ നിങ്ങൾ ഞങ്ങളുടെ ലീഡറായിരുന്നു. എന്ത് വിഷയത്തിൽ? ഫീ ഖത്ഇ ത്വരീഖ്, ആളുകളെ കൊള്ള ചെയ്യുന്നതിൽ ഞങ്ങളുടെ നേതാവായിരുന്നു. ഫസിറുത്തൽ യൗമ മുഖദ്ദമൻ ലനാ ഫി തൗബ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള ലീഡറായി മാറിയിരിക്കുകയാണ്. ഉടനെ തൗബ ചെയ്യാം. അതങ്ങ് കേട്ടപ്പോൾ കൊള്ളസംഘത്തിന്റെ നേതാവ് പറയുന്നതെന്താ? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ബിഹാദാ ത്വിഫ്ലിസ് സ്വഗീർ. ഈ ചെറിയ കുട്ടി കാരണമായി ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ കുട്ടി കാരണമായി നീ ഞങ്ങളെ ഹിദായത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമായിരുന്നു. റബീഉൽ ആഖിറിൽ നമ്മൾ ഗൗസുൽ ആദമിന്റെ ചരിത്രം കൂടി അനുസ്മരിക്കുന്നത് കൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ കഥയടക്കമുള്ള വിഷയം 93
ഉള്ളാള് ജുമഅത്ത് പള്ളിയുടെ മെഹ്റാബിന്റെ മുന്നിൽ ജുമഅ കഴിഞ്ഞ് കസേരയിലിരുന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ അനുഭവം അയവിറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കൂട്ടത്തിൽ അവിടെ പണ്ടേ ഉള്ള സ്വഭാവമാണ്. വയല് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് മുസാഫഹത്ത് ചെയ്യും. തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾ തിരിഞ്ഞു നോക്കാതെ നടന്നുപോകും. ഞാൻ നേരിട്ട് കാണുകയാണ്, ഒരു 19ഓളം ആ മഹല്ലിലും പരിസരത്തുമുള്ള മുബ്തദീങ്ങൾ, അവിടെ വഹാബീന്നോ മൗദൂദീന്നോ അല്ല പറയാം, മുക്കാകണ്ടേ എന്നാ പറയല്. ഉള്ളാളത്ത് ആ ഭാഗത്തുള്ളവർക്കറിയാം, ചിലപ്പോൾ മഞ്ചേശ്വരമൊക്കെ ഉള്ള ആളുകൾക്ക് അറിയോന്നറിയില്ല. മുക്കാകണ്ടേ എന്നാണ് ആ ഭാഗത്തൊരു സ്പെഷ്യൽ പേരാ. ആ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് താജുൽ ഉലമയുടെ കൈ പിടിച്ച് ഇന്നത്തെ അവിടത്തെ ആ വയല് കേട്ട് ഞങ്ങളാകെ ഞെട്ടിപ്പറക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സുന്നത്ത് ജമാഅത്തിനും മൗലിയാക്കളിലും ഒന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. ഞങ്ങൾ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി പോലും കുറ്റം പറയുന്നവരാണ്. ഞങ്ങൾക്ക് നന്നാകണം, തൗബ ചെയ്യണം, സുന്നിയാകണം. തങ്ങൾ പറഞ്ഞു, അതിന് എന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അല്ലാഹു തആലാനോട് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യാതെ, മദനി തങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. സയ്യിദ് മദനി തങ്ങൾ ഉള്ളാളത്ത് മറവിട്ട് കിടക്കുകയാണ്. മെഹ്റാബ് എന്ന് അങ്ങോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞതാ, മദനി തങ്ങളെടുത്ത് ഉടനെ പോവുക, ഞാൻ അങ്ങോട്ട് വരും, അവിടെ വെച്ച് യാസീനോദും. ആ ദുആഇന് നിങ്ങളൊക്കെ എന്റെ പിന്നിൽ നിന്ന് ആമീൻ പറയുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നിങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ചു നിർത്തും. ഇത് പറഞ്ഞ് ആ ദർഗയിൽ പോയി സിയാറത്ത് ചെയ്ത് അതിനുശേഷം ഈ ആളുകൾ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി. ഞാൻ പറഞ്ഞ് 2 വിഷയം ഒരുമിച്ചാ പറയുന്നത്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ അപ്പൊ ഞാന് പറഞ്ഞത്, ജീലാനി തങ്ങൾ അവരുടെ ഈ കറാമത്ത് താജുൽ ഉലമ പ്രസംഗിച്ചപ്പോൾ ആ സഭയിൽ വെച്ച് സുബ്ഹാനല്ലാഹ് ഇത്രയും അധികം ആളുകൾ അവര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാകാൻ തയ്യാറായത്, അവരെയും കൊണ്ട് താജുൽ ഉലമ തങ്ങള് ബഹുമാനപ്പെട്ട മദനി തങ്ങളുടെ ദർഗയിൽ ചെന്ന് അവരെ കൊണ്ട് യാസീരോദിപ്പിച്ച് തങ്ങൾ ദുആ ചെയ്ത് അവരെ ആശീർവദിച്ചത്, അതിന് മുഴുവൻ അന്ന് അവിടത്തെ സയ്യിദ് മദനി അറബിക് കോളേജിലെ ഒരു ഖാദിമായി ചെറിയൊരു മുദരിസായി തങ്ങൾ നിശ്ചയിച്ചതുകൊണ്ട് ആ പണിയിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച കാരണത്താൽ അത്തരം സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയാകാൻ കഴിഞ്ഞു. അതുകൊണ്ട് മാത്രാണ് താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടി ആയതുകൊണ്ട് മാത്രാണ് ഞാൻ ഇന്ന് വന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഷുഗർ കൂടി ഇന്നലെ മുതൽ വല്ലാത്ത ക്ഷീണാണ്. ഷുഗർ കൂടാനുള്ള കാരണം ഞാൻ ഇങ്ങനത്തെ പ്രസംഗത്തിനൊന്നും പോകില്ല. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ മർക്കസ് പള്ളിയിൽ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ഇരുന്ന് പള്ളിയിൽ ഓതും. ഇശാ ബാങ്ക് കൊടുത്ത് പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിട്ടേ 1-ാം ദർസ് വിടുള്ളൂ. അത്രയും സമയം അൽഹംദുലില്ലാഹ് മർക്കസിന്റെ ആ പള്ളിയിൽ, അവിടത്തെ അകത്തെ പള്ളിയുടെ തൊട്ടിപ്പുറത്തുള്ള പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരുപാട് കാര്യങ്ങൾ അതിലെനിക്ക് നേടാൻ കഴിയും. ഒന്ന്, എനിക്ക് ചെല്ലേണ്ട കുറെ ദിക്റുകൾ. രണ്ടാമത്, ആ മുതഅല്ലിമീങ്ങൾ കൃത്യമായി ഓതുന്നുണ്ടോ ഇല്ലേ അത് നിരീക്ഷിക്കാൻ സാധിക്കുന്നു. മൂന്നാമത്, ദിവസവും സുബ്ഹാനല്ലാഹ് 1 മണിക്കൂർ 1.5 മണിക്കൂർ എഴ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് ഒരു എഴ്തികാഫിന്റെ കൂലി കിട്ടാനുള്ള അവസരമുണ്ടാവും. നാലാമത്, ഷുഗറിന് ഗുളിക കുടിക്കാതെ മരുന്ന് കഴിക്കാതെ വ്യായാമം കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. ആ വ്യായാമവും കിട്ടുന്നു. ഇതെല്ലാം ഉള്ളതുകൊണ്ട് പൈസ ഇത്ര തരാ എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചാൽ പോലും ഞാനൊരു പരിപാടിക്ക് പോകലില്ല. കാരണം എന്റെ ചില ഉത്തരവാദിത്തങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് പ്രസംഗിക്കാൻ പോകൂല എന്ന് എന്നെ പറയും. പക്ഷെ ഇന്ന് നാട്ടിലുണ്ടാകുന്ന ദിവസമായതുകൊണ്ടും ഇത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മഹല്ല്, സാധുക്കളൊന്നായിട്ട് കൂടിയിട്ട് നടത്തുന്ന ഒരു മഹല്ല. ഇത്ര സാധുക്കള്
നടത്തുന്ന ഒരു മഹല്ല് എന്റെ പരിചയത്തിലില്ല. ഞാൻ തന്നെ ഈ പള്ളിയിൽ പലവട്ടം ഖുതുബ ഓതാൻ പെരുന്നാൾക്ക് വരെ വന്നിട്ടുണ്ട്. ഈ മദ്രസ ഉദ്ഘാടനത്തിന് ഒന്ന് ഖമറുൽ ഉലമ ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഏൽപ്പിച്ചേരണമെന്ന് പറഞ്ഞ് ഇവർ പലവട്ടം അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഉസ്താദിന്റെ എല്ലാ അവസ്ഥയും കൂടി ഇവരോട് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല, ഞങ്ങൾക്കാണല്ലോ അതുകൊണ്ട് നല്ലോണം മനസ്സിലാവും. അതുകൊണ്ട് ചില സമയത്ത് ഇപ്പോ ഡേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് ഞമ്മക്ക് തന്നെ ബോധ്യപ്പെടും. അപ്പൊ പിന്നെ ആക്കാന്ന് പറയും. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദിനോട് ഇപ്പൊ ഞാൻ മദ്രസന്റെ പണിയൊക്കെ പൂർത്തിയായത് കണ്ടല്ലോ, അതുകൊണ്ട് ഉസ്താദ് ഇപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്, 4 ദിവസം കഴിഞ്ഞാൽ വരും. വന്നാല് ഒന്നും കൂടി പ്രത്യേക താല്പര്യത്തിൽ ഉസ്താദെ ഒരു 10 മിനിറ്റ് എന്നെങ്കിലും ഒന്ന് അവിടെ പോയി അത് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ പറയും. ഉസ്താദിനത് സ്വീകരിക്കാനും ഇവിടെ വന്ന് നമ്മുടെ ആ പരിപാടി ഭംഗിയാക്കി തരാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു പറ്റ സാധുക്കളാണ്, എനിക്ക് ഈ വയലിന്റെ ഊക്കിൽ പൈസ വാങ്ങാനൊന്നും അറിയില്ല, കാരണം പിരിവെടുത്തണ വയല അറിയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരുങ്ങളെടുത്ത് ബക്കറ്റുമായിട്ട് വരുമല്ലേ, കയ്യിൽ വാങ്ങും. അപ്പോ എല്ലാവരും സാധിക്കുന്നത് കൊടുക്കണം. എനിക്ക് ഇനി അതിൽ ആ പദപ്രയോഗത്തിന്റെ മാറ്റ് കൂട്ടിയിട്ട് ശക്തി കൂട്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പൈസ അവർക്ക് കൊടുപ്പിക്കാനൊന്നും കഴിയൂല. അത് നിങ്ങൾ കൊടുക്കുക. അത് വളരെ സമാധാനത്തിൽ ഞാൻ 10 മിനിറ്റ് പറയണമെന്ന് കരുതി, ഇതെന്നപ്പോ കുറെ ആയിപ്പോയി. ഞാൻ മതിയാക്കുക. താജുൽ ഉലമനെ പറ്റി 1-2 സംഗതിയും കൂടി പറഞ്ഞ് മതിയാക്കുക. അതിന്റെ ഇടക്ക് വളരെ ശാന്തരായിരുന്ന് നിങ്ങൾ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് ഒരിക്കലും നഷ്ടം വരൂല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്തരം നല്ല സംഗതികൾ നമുക്ക് കേൾക്കാൻ അതിൽ കൂടാൻ ഒക്കെ ഭാഗ്യം കിട്ടുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടായതുകൊണ്ടല്ലേ. അത് നിലനിർത്തേണ്ട ബാധ്യത നമ്മുടേതല്ലേ. നമ്മുടെ വരും തലമുറയിലെ കുട്ടികൾക്ക് നമ്മളൊക്കെ ജീവിച്ചു വന്ന ഈ ശൈലി നമ്മളെങ്ങാനും ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവര് പിന്നെ ആകെ 5 വക്ത് നിസ്കാരവും കൂടി നിർവഹിക്കാൻ 10 മിനിറ്റ് കൂട്ടിയാൽ 50 മിനിറ്റ് പോട്ടെ, 1 മണിക്കൂർ കൂട്ടിയാൽ 1 മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പള്ളി ഇവിടെ ഇപ്പൊ സെന്റ് 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം, ഇനി കുറച്ചുകൂടിയും കഴിയുമ്പം 10ഉം 15ഉം ഒക്കെ ആവും. അപ്പൊ അവരിങ്ങനെ കണക്കൂട്ടും. ആകെ ഇവിടെ പരിപാടി ഒരു ദിവസം 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിന് നമുക്ക് വല്ല ഓഡിറ്റോറിയവും വാടകയ്ക്ക് എടുത്താൽ പോരെ, അല്ലെങ്കിൽ ആ നിസ്കാരമൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയണതല്ലേ. ഇത് നമുക്കൊരു തിയേറ്റർ ആക്കാം, അല്ലെങ്കിൽ ഒരു കല്യാണ മണ്ഡപമാക്കാം, അല്ലെങ്കിൽ ഒരു സെമിനാർ കോംപ്ലക്സ് ആക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അതൊന്നും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഒരു ജിംനേഷ്യം തുടങ്ങാം, അതിനുവേണ്ടി പള്ളി അങ്ങനെ ആക്കാം, മദ്രസ അങ്ങനെ ആക്കാന്നൊക്കെ ചിന്തിച്ചൂടായില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ നമ്മളെ മക്കൾ ലെവലാകണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒന്നുകൂടി ആഹ്വാനം ചെയ്യുകയാണ്, പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ല സംഭാവന ചെയ്തു കൊടുക്കണം. ഞാൻ ഇനി വല്ലാതെ നീട്ടുന്നു, നിങ്ങൾ പേടിക്കും വേണ്ട, വേഗം അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ വഫാത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ആഘാതം തന്നെയാണ്, വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ വലിയ വിലപ്പെട്ട നേതാക്കന്മാര് വഫാത്തായി. എന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മുഹമ്മദ് നബി ഖാതിമുൽ അംബിയാ. മുഹമ്മദ് നബിയുടെ മുമ്പ് ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സ്വഹാബാക്കളായ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കുന്നില്ല. പക്ഷേ അഫഇമ്മാത ഔ ഖുതിലൻഖലബതും അലാ അഖാബികും, നേതാവ് മരണപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനി മതിയാക്കുകയോ? ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നേതാവ് മരണപ്പെട്ടുപോയി, ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിവെക്കുകയല്ല മൂമിനായ മനുഷ്യന്റെ സ്വഭാവം.
മറിച്ച് ഇന്ന ശംസ വൽ ഖമറ ലാ തൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാത്തി. നബി തങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നേരത്തെ. ഒരാളുടെ വഫാത്ത് കാരണമായി സൂര്യനോ ചന്ദ്രനോ പണിമുടക്കാറുണ്ടോ? എത്ര പ്രധാനപ്പെട്ട ആള് മരിച്ചാലും സൂര്യൻ ഈ മരണം കാരണമായി അതിന്റെ പണി നിർത്താറില്ല, ചന്ദ്രൻ അതിന്റെ ഡ്യൂട്ടി ഉപേക്ഷിക്കാറില്ല. അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വഫാത്തായാൽ, നിങ്ങളുടെ വലിയ നേതാവ് തന്നെ വഫാത്തായാൽ, നിങ്ങൾ അവിടെ നിഷ്ക്രിയരാകാൻ പാടില്ല. നിങ്ങൾ പൂർവോപരി ശക്തിയില്ല നേതാവ് കാണിച്ചു തന്ന അതേ വഴിയിൽ ആ നേതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ നേതാവ് എന്തൊക്കെ ഇവിടെ പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ ആ കാര്യങ്ങളൊക്കെ പുലർന്നു കാണാൻ സഹായിക്കുമാർ നിങ്ങൾ കൂടുതൽ കർമ്മകുശലരായി രംഗത്ത് വരണമെന്നാണ് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നതെങ്കിൽ താജുൽ ഉലമയുടെ വഫാത്ത് നമുക്ക് ക്ഷീണം തന്നെയാണ്. അല്ലാഹു തആല മഹാനവറുകളുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ സുന്നത്തിയബായത്തിന് വേണ്ടിയുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല പ്രകാശവും ഐശ്വര്യവും നിറച്ചു തരുമാറാവട്ടെ. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ എല്ലാവരുടെയും ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് താജുൽ ഉലമയുടെ ദറജ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തന്ന് അവരെയൊക്കെ നേതാവായി കണ്ട് ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത പാവങ്ങളായ നമ്മൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യസന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. താജുൽ ഉലമ വഫാത്തായപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വന്ന അനേകം ടെലിഫോണുകളിൽ എന്നെ പരിചയമുള്ളവരടക്കം ചിലർ ചോദിച്ചു, കോഴിക്കോട്ടേക്ക് ആണ് താജുൽ ഉലമയുടെ മയ്യിത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. വേറെ ചിലർ പറഞ്ഞു ഉള്ളാളത്തേക്കാണ് കൊണ്ടുവരിക എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചിലരൊക്കെ വിളിച്ചപ്പോഴാണ് എന്താണ് അങ്ങനെ ഒരു പ്രചരണം നടക്കാനുള്ള കാരണം എന്ന് ഞങ്ങൾ അന്വേഷിച്ചത്. സുബ്ഹാനല്ലാഹ്, അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. എന്താണ് ആ പ്രചരണത്തിന്റെ കാരണമെന്നറിയാമോ? കോഴിക്കോട്ടേക്കാണ് ജനാസ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം ഈ ഭാഗത്തുള്ള ജനലക്ഷങ്ങള് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുമല്ലോ എന്ന് കരുതി ജനാസ കാണാൻ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ നിന്നോളും. ഉള്ളാളത്തേക്ക് ജനാസ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖാദിയായ 19ഓളം മഹല്ലുകളിലടക്കമുള്ള താജുൽ ഉലമയെ ജീവനക്കാൾ സ്നേഹിക്കുന്ന ആ ആളുകളൊന്നും തന്നെ എട്ടിക്കുളത്തേക്ക് പയ്യന്നൂരിലേക്ക് വരാതെ അവിടെ നിന്നോളും. പിറ്റേന്ന് പ്രചരിപ്പിക്കാൻ പറ്റും, കണ്ടോ ഇവരെ നേതാവ് മരിച്ചിട്ട് കാണാൻ പോലും ആരും വന്നില്ല എന്ന് പറയും. എന്തെല്ലാം പ്രചരണം നടന്നു. തീരെ സുഖമില്ലാതെ, ബുദ്ധിയില്ലാതെ കിടക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്ത് കാണാൻ വരുന്നവരെ മലം വാരിയെറിയുന്ന അവസ്ഥയിലായിരുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്കണം, വഫാത്താകുന്നതിന്റെ 2 ദിവസം മുമ്പ് വരെ ബുർദ ചെല്ലാൻ വേണ്ടി മുതഅല്ലിമീങ്ങളെ വരുത്തി. ആ ബുർദ അവരിങ്ങനെ ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് ആ ഹബീബിനെ കാണാൻ പോകാൻ സമയമായല്ലോ എന്ന ബോധത്തോടെ അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്ന താജുൽ ഉലമയാണ് ഞങ്ങളൊക്കെ കണ്ടത്. വഫാത്തായതിന്റെ അന്ന് കൃത്യം 5 മണിക്ക് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് തിരിച്ച ഞാൻ തലശ്ശേരി എത്തിയപ്പോൾ നമ്മുടെ മുൻമന്ത്രി CM ഇബ്രാഹിം സാഹിബ് എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറയുന്നു, ചുള്ളിക്കോടെ നിങ്ങൾക്കറിയുമോ താജുൽ ഉലമ മരിച്ച ആ രംഗം എന്തൊരു ഇസ്സത്തുള്ള മരണമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളിപ്പോ എവിടെ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് താജുൽ ഉലമയെ കാണാൻ പുറപ്പെടുകയാണ്.
പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? അദ്ദേഹം പറഞ്ഞു, എന്റെ വളരെ ഉറ്റ സുഹൃത്തുക്കൾ, കർണാടകയിലെ സരളിക്കട്ടയിൽ നിന്നുള്ള 2 സുഹൃത്തുക്കൾ ഇന്ന് ഉച്ചക്ക് താജുൽ ഉലമയുടെ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടില് അവര് താജുൽ ഉലമയെ ആവോളം നോക്കിക്കാണുകയാണ്. കാണുമ്പോൾ താജുൽ ഉലമ കലിമത്തു ഷഹാദത്ത് അങ്ങനെ തുരുതുരാ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട എന്റെ സുഹൃത്തുക്കൾ എന്നെ ബാംഗ്ലൂരിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞു, അവസ്ഥ കണ്ടിട്ട് തങ്ങൾ മരിക്കാൻ പോവുകയാണ്, അതിന്റെ തയ്യാറെടുപ്പിലാണ് ഉള്ളത്, നിങ്ങൾ ഉടനെ വരണം എന്ന് എന്നോടവര് ഫോൺ ചെയ്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അധികം വൈകാതെ ഉടനെ പുറപ്പെടാം, ഏതായാലും ഒന്ന് പോയി കണ്ടുകളയാം എന്ന് കരുതി ഒരുങ്ങാൻ വേണ്ടി ബാത്റൂമിൽ കയറി കുളിച്ച് പുറത്തിറങ്ങി വന്ന് ഡ്രസ്സ് മാറുമ്പോഴേക്ക് ആ ചെറുപ്പക്കാര് വീണ്ടും ഫോൺ ചെയ്തു, ഇബ്രാഹിം സാഹിബേ, തങ്ങളവർകൾ വഫാത്തായിരിക്കുന്നു. ഇത് എന്നോട് പറഞ്ഞ CM ഇബ്രാഹിം സാഹിബ് പറയുകയാണ്, വല്ലാത്തൊരു മരണമാണ് എന്നാണ് മരിക്കുന്ന സമയത്ത് അവിടെയുള്ള അവര് പറഞ്ഞത്. അങ്ങനത്തെ മഹാനവറുകളെപ്പറ്റി പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. മലം വാരി ആരെങ്കിലും വന്നാൽ അവരെ മുഖത്തേക്ക് മുഴുവൻ എറിയുന്ന ഒരു അന്തവുമില്ലാത്ത അവസ്ഥയിലാണ്. അതൊക്കെ മറ്റാരുടെയോ ഗുരുത്തക്കേടാണ് എന്നുകൂടി പറഞ്ഞു. നഊദു ബില്ലാഹ്. ആ പ്രചരണത്തിന്റെ ഭാഗം തന്നെയാണ്. എനിക്കറിയില്ല ഇതൊക്കെ ഇവിടെ പറയേണ്ടതാണോ, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. പറയേണ്ടതല്ലായിരുന്നു എന്ന് തോന്നുന്ന ആളുകൾ മാപ്പാക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു ജനാസ കോഴിക്കോട്ടേക്കാ കൊണ്ടുവരിക എന്ന് ശക്തമായ പ്രചരണം. എന്നാൽ ഏറ്റവും കൂടുതൽ സുന്നികൾ ഒഴുകാനുള്ളത് ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്ന്. അവര് പോകാതെ ഇരിക്കും. ഉള്ളാളത്തേക്കാണ് കൊണ്ടുപോവുക എന്ന് വേറൊരു പ്രചരണം. താജുൽ ഉലമ ഖാദിയായ ഞാൻ പറഞ്ഞില്ലേ 50ഓളം മഹല്ലുകൾ, അവിടെയുള്ള വിശ്വാസികൾ സ്വന്തം ജീവനേക്കാൾ താജുൽ ഉലമയെ സ്നേഹിക്കുന്നവരാ, അവര് വരാതിരിക്കും. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തു. പക്ഷേ വമകറൂ വമകറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. എല്ലാ തന്ത്രങ്ങളും അല്ലാഹു പൊളിച്ചു കളഞ്ഞു. എന്താ ഞങ്ങളൊക്കെ കണ്ടത്? ഞാനാണോ കണ്ടത്? നിങ്ങളൊക്കെ കണ്ടില്ലേ? ജനലക്ഷങ്ങൾ. സുബ്ഹാനല്ലാഹ്. വളപട്ടണം പാലമങ്ങ് കഴിഞ്ഞാൽ അങ്ങോട്ട് പഴയങ്ങാടി വഴി എട്ടിക്കുളത്തേക്ക് പോകുന്ന കിലോമീറ്ററുകൾ മുഴുവൻ റോഡിൽ ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ നടക്കാൻ വളരെയധികം പ്രയാസപ്പെട്ട് ജനങ്ങൾ ഞെങ്ങി ഞെരുങ്ങി ജനാസ കാണാൻ വന്ന ആ രംഗം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളിൽ തന്നെ എത്ര ആളുകൾ അതിന് സാക്ഷിയായവരാണ്. 10 കിലോമീറ്റർ നടന്നു എന്ന് പരാതിയല്ല, നടന്നതിനെപ്പറ്റി പറഞ്ഞവർ. 15 കിലോമീറ്റർ നടന്നവർ എന്നല്ല, 20 കിലോമീറ്റർ വരെ നടന്നു എന്ന് വളരെ കൃത്യമായി എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. എന്തേ അത്രയും ദൂരം നടന്ന് ഒരു മുറുക്ക് വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്തുകൂടെ നടന്ന് ആ ജനാസ കാണാൻ അവരൊക്കെ പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, താജുൽ ഉലമ ജീവിച്ചത് ഭൗതിക നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല എന്ന് ഈ ജനലക്ഷങ്ങൾ മുഴുവൻ കൃത്യമായി മനസ്സിലാക്കി. താജുൽ ഉലമ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിരുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനകളുടെ വലിയ സ്ഥാനം മോഹിച്ചായിരുന്നില്ല. ആ സംഘടനകളുടെ പ്രസിഡന്റ് പദവിയോ സെക്രട്ടറി പദവിയോ ആഗ്രഹിച്ചായിരുന്നില്ല. താജുൽ ഉലമ എപ്പോഴും നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, അതുമാത്രമാണ് ശരിയായ ദീനെന്ന് പറഞ്ഞിരുന്നത്. മറ്റെന്തോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. മറിച്ച് പടച്ചവനെ, നമ്മളെപ്പോലത്തെ സാധുക്കൾ ഈമാൻ പിഴച്ച് നമ്മുടെ വിശ്വാസം പിഴച്ച് നരകത്തിൽ കടക്കുന്നത് കണ്ടുകൂടാ. ആ ചിന്താഗതി കൊണ്ട് നമ്മളൊക്കെ നന്നാകട്ടെ എന്ന് മനസ്സിലാക്കി പറഞ്ഞതാണ് എന്ന് ബോധ്യമുള്ളതിനാൽ ചെറുപ്പക്കാരും വൃദ്ധന്മാരുമടക്കം ആബാലവൃദ്ധം ജനങ്ങൾ അന്ന് രാത്രി മുഴുവൻ
കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അങ്ങോട്ടൊഴുകി. മയ്യത്ത് കാണാൻ പറ്റാതെ, ജനാസ കാണാൻ പറ്റാതെ തിരിച്ചു വന്നവർ സത്യത്തിൽ അവർക്ക് പരാതിയാണ്, കാണാൻ കഴിഞ്ഞില്ല എന്നതിൽ. പക്ഷേ ഞങ്ങൾ കാണാൻ പോയ നേതാവിനെ ജനലക്ഷങ്ങൾ കാണാൻ വന്നു. തിരക്കായ കാരണത്താൽ അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റാത്തതിനാലാണല്ലോ കാണാൻ പറ്റാഞ്ഞത് എന്ന ചിന്ത അവർക്ക് സമാധാനം നൽകി. സുബ്ഹാനല്ലാഹ്, ഇതാണ് താജുൽ ഉലമ. നിങ്ങൾ എട്ടിക്കുളത്ത് ചെന്നു നോക്കൂ, മഹാനവറുകൾ മറവിട്ട് കിടക്കുന്ന ദർഗാ ഷരീഫിന് സമീപം 24 മണിക്കൂറും സിയാറത്തിന് ആളുകൾ വരികയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം നടക്കുകയാണ്. വഫാത്തായി പോയ താജുൽ ഉലമയെ കാണാൻ ഹയാത്ത് കാലത്ത് വന്നിരുന്നതിനേക്കാളേറെ ആളുകൾ സുബ്ഹാനല്ലാഹ് ആ എട്ടിക്കുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ടവര് അവരെ ജനാസ കാണാൻ വേണ്ടി വന്ന ആളുകൾക്ക് ആ ഭാഗത്ത് എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സൗകര്യപ്രദമായ ഹോട്ടലുകളും മറ്റുമില്ല. ആ കാരണത്താൽ ആ ഭാഗത്തുള്ള അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കണം, ആ സഹോദരന്മാര് സ്വന്തം വീട് തുറന്നുകൊടുത്ത് നിസ്കരിക്കാത്തവർക്ക് നിസ്കരിക്കാൻ, ഒളു കൊടുക്കാത്തവർക്ക് ഒളു കൊടുക്കാൻ ഹിന്ദു സഹോദരന്മാര് തയ്യാറായി. ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ കേരളത്തിൽ അത്രയും വലിയൊരു മതസഹിഷ്ണുത ഞങ്ങളാരും കണ്ടിട്ടില്ല. മാത്രമല്ല, അവരുടെ സ്വന്തം വീടുകളിൽ അതാ പായസമുണ്ടാക്കി, സ്വന്തം വീടുകളിൽ ശർബത്തുണ്ടാക്കി, ജ്യൂസുണ്ടാക്കി ഈ ആളുകൾ റോഡിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയ ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തത് നമ്മുടെ മുസ്ലിമീങ്ങളല്ല, മറിച്ച് ആ പ്രദേശത്ത് കൂടുതലായി താമസിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരാണ്. അവർ മുഴുവൻ ഞെട്ടിപ്പോയി. പടച്ചവരെ, ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നോ? എന്തേ ഞങ്ങൾ അദ്ദേഹത്തെ അറിയാൻ വൈകിയത് എന്നതിലുള്ള കുണ്ഠിതം അവരുടെ ഓരോ വാക്കിലും പ്രകടമായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആ ജനാസ ദർശിക്കാൻ അവിടെ ജനലക്ഷങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ആ കാഴ്ച അമുസ്ലിം സഹോദരന്മാരെ കൂടി വല്ലാതെ വികാരഭരിതരാക്കിയെങ്കിൽ, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ അവരെ സന്നദ്ധരാക്കിയെങ്കിൽ, ഇവിടെ ഏതെല്ലാം തരം രാഷ്ട്രീയക്കാരുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, മുസ്ലിം പേരുള്ള എത്ര പാർട്ടിക്കാരുണ്ട്. കോൺഗ്രസിന്റെ മന്ത്രിമാരും മറ്റുമൊക്കെ പോയി. എന്നാൽ എവിടെയും ചെന്ന് പത്രത്തിൽ സന്ദർശിച്ച വാർത്ത കൊടുക്കാൻ താൽപര്യം കാണിക്കുന്ന ചില പാർട്ടിക്കാരെ കണ്ടില്ല. അൽഹംദുലില്ലാഹ്, അവര് ചെന്ന് അവരുടെ സാന്നിധ്യം കൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ അല്ലാഹു തആല ഇല്ലാതാക്കി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പരിപാടി ഇനിയും തുടരും. ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തനൂർ തങ്ങളവറുകൾ, പത്തപ്പിരിയം സഖാഫി ഇവരൊക്കെ ഉടനെ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമാണ് പ്രസംഗിക്കുക എന്ന് കരുതി ബേജാറാകണ്ട, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകളെപ്പറ്റി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി നടത്തുന്ന അനുസ്മരണ സമ്മേളനം 21-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച മലപ്പുറത്ത് വെച്ച് നടത്തുന്നതാണ്. ആ പരിപാടിക്ക് വലിയ വലിയ ആലിമീങ്ങൾ ഇൻഷാ അല്ലാഹ് താജുൽ ഉലമയെ സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങളും അവർക്ക് താജുൽ ഉലമയിൽ നിന്ന് ലഭിച്ച ബറക്കത്തുകളും താജുൽ ഉലമ ഈ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങളും താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആ നേതാക്കന്മാർക്കൊക്കെ ഈ സുന്നത്തിയ ജമാഅത്തുമായി മുന്നോട്ടു പോകാൻ, അതിന്റെ പ്രവർത്തനത്തിൽ
വളരെ ശക്തമായ ഒരു കുതിപ്പുണ്ടാക്കാൻ തങ്ങളുടെ നേതൃത്വം ആവേശമായതും ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അവര് നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും 21-ാം തീയതി മലപ്പുറത്ത് വരണം എന്ന് ജമിയത്തുൽ ഉലമ നടത്തുന്ന പരിപാടിയായതുകൊണ്ട് അതിന്റെ ഒരു എളിയ മെമ്പർ എന്നുള്ള നിലക്ക് ഔദ്യോഗികമായി തന്നെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല മഹാനവർകളുടെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞു, ഇനി എന്നോടാവുന്നില്ല. പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞാനിവിടെ അവസാനിപ്പിക്കുക. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ ആലിമീങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സാദാത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ ഈ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി. കാരണം നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, സാദാത്തുക്കൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നത് സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ പള്ളിയും മദ്രസയും പരിപാടിയും ഒക്കെ ഉണ്ടാക്കി സാമ്പത്തികമായി ഒന്നുമില്ല, എതിർപ്പാണെങ്കിൽ വളരെ ശക്തം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈമാന് ദഈഫാകാതെ പിടിച്ചു നിൽക്കുന്ന ഈ പ്രവർത്തകരെ കൊണ്ടാണ്. ആ പ്രവർത്തകർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു വീട്ടിലും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എന്റെ മാതാവ് സുഖമില്ലാതെ വീട്ടിൽ കിടപ്പാണ്, എന്റെ പിതാവ് സുഖമില്ലാതെ വീട്ടിൽ കിടപ്പാണ്. അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ പല രോഗികളുണ്ട്, ഉസ്താദുമാരുണ്ട്, കുടുംബക്കാരുണ്ട്. എല്ലാ രോഗികളെയും അല്ലാഹു തആല നല്ല ആഫിയത്ത് ശിഫാവും തന്ന് അനുഗ്രഹിക്കുമാറാണ്. അതിന്റെ അടുത്ത് പത്തപ്പിരിയത്തിന് എന്നോടാകുന്നില്ല. എന്നോട് പത്തപ്പിരിയം വരുന്നത് വരെ പ്രസംഗിക്കണമെന്ന് ഇവര് പറയാഞ്ഞിട്ടല്ല, ഇപ്പൊ എത്തും. പക്ഷെ ഞാൻ ആദ്യേ ഇവിടുന്ന് തന്നെ പ്രസംഗിക്കാൻ നിൽക്കണതിന്റെ മുമ്പ് എന്റെയും പത്തപ്പിരിയത്തിന്റെയും ഇടയിൽ ആരാ പ്രസംഗിക്കാന്ന് ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴോ എനിക്ക് തോന്നുന്നത് ഞാനൊരു അരമണിക്കൂർ മുമ്പ് നിർത്തി പോകേണ്ടതാ. പക്ഷേ താജുൽ ഉലമയുടെ ആ ബറക്കത്ത് കൊണ്ട് ഇത്രയും പറഞ്ഞൊപ്പിച്ചതാണ്. അല്ലാഹു തആല ഇതൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ദ്വാരക്കണം എന്ന് ഒന്നുകൂടി പറയുന്നു. നമ്മുടെ എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അല്ലാഹ് ശിഫയാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗവും അല്ലാഹ് മാറ്റിത്തരുമാറാവട്ടെ. ശരീരത്തിനും മനസ്സിനും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹ് ബർക്കത്ത് ചെയ്ത് തരുമാറാട്ടെ. ആരും പോകരുത് എന്ന് ഞാൻ പ്രത്യേകം എനിക്ക് വേണ്ടിയല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളോട് പറയുകയാണ്. വത്തപ്പിരിയം ഉസ്താദ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പ്രസംഗത്തിൽ പറയും. അതൊക്കെ കേട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദുആ അതും കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു.